അടുത്ത പാഠം ഒരു കഥയാണ്. നമുക്ക് അറിയുന്ന കഥ തന്നെയാണ്. ആമയും മുയലും ഓട്ട മത്സരം നടത്തിയ കഥ. ഈ കഥയുടെ പേര് ആഖിബത്തുൽ ഗഫ്ല എന്നാണ്. ആഖിബത്തുൽ ഗഫ്ല, അശ്രദ്ധയുടെ പര്യവസാനം. ആഖിബത്ത് പര്യവസാനം, അവസാനം. അൽ ഗഫ്ലത്ത്, ഗഫ്ലത്ത് അശ്രദ്ധ, ഒന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുക. അങ്ങനെ അശ്രദ്ധ കൊണ്ട് മുയലിന് പറ്റിയ അബദ്ധമാണിവിടെ ഈ കഥയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ വായിക്കൂ. കാന ഫീ ഗാബത്തിൻ, ഒരു കാട്ടിലുണ്ടായിരുന്നു, അർണബുൻ വ സുലഹ്ഫാത്തുൻ, ഒരു മുയലും ഒരു ആമയും. അർണബുൻ മുയൽ, സുലഹ്ഫാത്തുൻ ആമ. ഗാബത്ത് കാട്. കാട്ടിലൊരു അർണബും ഒരു മുയലും ഒരു സുലഹ്ഫാത്തും ഒരു ആമയും ഉണ്ടായിരുന്നു. യൗമൻ, ഒരു ദിവസം, ഖാലൽ അർണബു ലിസ്സുലഹ്ഫാത്തി, മുയൽ ആമയോട് പറഞ്ഞു. യൗമൻ, ഒരു ദിവസം, ഖാലൽ അർണബു, മുയൽ പറഞ്ഞു, ലിസ്സുലഹ്ഫാത്തി, ആമയോട്. മുയൽ ഒരു ദിവസം ആമയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അന അസ്റഉ മിൻക ഫിൽ ജറി, ഓട്ടത്തിൽ നിന്നേക്കാൾ സ്പീഡുള്ളത് എനിക്കാണ് എന്നാണ് മുയൽ പറഞ്ഞത്. മുയൽ എന്താ പറഞ്ഞത്? അന അസ്റഉ മിൻകി, നിന്നേക്കാൾ സ്പീഡുള്ളത് എനിക്കാണ്, ഫിൽ ജറി, ഓട്ടത്തിൽ. ജറിയുൻ എന്ന് പറഞ്ഞാൽ ഓട്ടം. ഓട്ടത്തിൽ നിന്നേക്കാൾ സ്പീഡുള്ളത് എനിക്കാണ്. അന അസ്റഉ മിൻകി ഫിൽ ജറി എന്ന് പറഞ്ഞപ്പോൾ ആമ പറഞ്ഞു, ബൽ, അതൊക്കെ ശരി തന്നെ, എന്നാൽ അന അൻഷത്തു മിൻക, നിന്നേക്കാൾ ആക്റ്റീവായത് ഞാനാണ്, നിന്നേക്കാൾ ഉന്മേഷമുള്ളത് എനിക്കാണ്. നീ ഒരു മടിയച്ചാരാണ്, നീ പലപ്പോഴും അലസതയുള്ള ആളാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല, ഞാൻ എപ്പോഴും നല്ല ഉണർവിലായിരിക്കും, നല്ല ഉന്മേഷമുള്ള ആളായിരിക്കും എന്ന് ആമ പറഞ്ഞു, സുലഹ്ഫാത്ത് പറഞ്ഞു. അപ്പോൾ മുയൽ ചിരിക്കുകയാണ്, പരിഹസിച്ചുകൊണ്ട് ചിരിക്കുന്നതാണ് അല്ലേ ആമയെ. അപ്പോൾ മുയൽ പറഞ്ഞു, എന്നാൽ നഖൂമു ബിസിബാഖിൽ ജറി ഹയ്യ, വരൂ നമുക്കൊരു ഓട്ട മത്സരം നടത്താം. നഖൂമു ബിസിബാഖിൽ ജറി, നമുക്കൊരു ഓട്ട മത്സരം നടത്താം. ഹയ്യ, വരൂ എന്ന് പറഞ്ഞു മുയൽ. സിബാഖുൻ, മത്സരം. സിബാഖുൽ ജറി, ഓട്ട മത്സരം. അങ്ങനെ അവർ ഓട്ട മത്സരം നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാവരും ഒത്തുകൂടി, സിംഹരാജാവുണ്ട്, എല്ലാവരുമുണ്ട്. ഓട്ട മത്സരത്തിനുള്ള ഗ്രൗണ്ടൊക്കെ ശരിയാക്കി തുടങ്ങി. മത്സരം തുടങ്ങാൻ പോവുകയാണ് അല്ലേ. ഓട്ട മത്സരത്തിന് തുടങ്ങുമ്പോൾ ഇങ്ങനെയാണ് നിൽക്കുക. ഇവിടെ നിന്നാണ് തുടക്കം. ഇതെന്താ വായിക്കുക? അൽ ബിദായത്ത്. അൽ ബിദായത്ത് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്, തുടക്കം. ഇവിടെ നിന്ന് ഓട്ട മത്സരം സ്റ്റാർട്ട് ചെയ്യും, തുടങ്ങും അല്ലേ. ഈ സിംഹം വിസിലടിച്ചാൽ ഓടാൻ തുടങ്ങും. ഓക്കെ, നമുക്കിവിടെ നോക്കാം. വാഫഖത്തുഹു അസ്സുലഹ്ഫാത്തു, ആമ സമ്മതിച്ചു. അതായത് ഇവിടെ ഇതിന്റെ ബാക്കിയാണ് പറയുന്നത്. ഇവിടെ മുയൽ പറഞ്ഞു, വരൂ നമുക്ക് ഓട്ട മത്സരം നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ വാഫഖത്തുഹു അസ്സുലഹ്ഫാത്തു, ആമ അതിനോട് യോജിച്ചു. വാഫഖത്ത്, യോജിച്ചു. വാഫഖത്തുഹു അസ്സുലഹ്ഫാത്തു, ആമ യോജിച്ചു, ആമ സമ്മതിച്ചു. ഓക്കെ, ഓട്ട മത്സരം നടത്താമെന്ന് ആമ സമ്മതിച്ചു. അങ്ങനെ ബദ അസ്സിബാക്കു, മത്സരം തുടങ്ങി. ബദ തുടങ്ങി, അസ്സിബാക്കു മത്സരം. മത്സരം തുടങ്ങി. മത്സരം തുടങ്ങി. സിംഹം വിസിലടിച്ചു. മത്സരം തുടങ്ങി. ഓടാൻ തുടങ്ങി. ഓടാൻ തുടങ്ങിയപ്പോൾ ആരാണ് മുമ്പിലുള്ളത്? മുയലാണ് അല്ലേ. മുയലാണ് ഓട്ടക്കാരൻ. ഇവിടെ വായിച്ചു നോക്കൂ. റക്കലൽ അർണബു ബിസുർഅത്തിൻ, അർണബ് സ്പീഡിലോടി. റക്കല, ഓടി. റക്കല എന്താ? ഓടി. റക്കലൽ അർണബു, മുയൽ ഓടി. ബിസുർ, വളരെ വേഗത്തിൽ. ബിസുറ മീൻസ് വേഗത്തിൽ, സ്പീഡിൽ ഓടി, ഫാസ്റ്റ് ആയിട്ട് ഓടി. വജറത്ത് സുലഹ്ഫാത്തു ഖൽഫഹു, ആമ അവന്റെ പിന്നാലെ പോയി. ജറത്ത്, ഓടി. അസുലഹ്ഫാത്തു, അല്ലെങ്കിൽ സഞ്ചരിച്ചു, നീങ്ങി, നടന്നു. അസുലഹ്ഫാത്തു, ആമക്ക് ഓടാൻ കഴിയുമോ? ഇല്ല, ആമ നടക്കുകയാണ് ചെയ്യല്ലേ. വജറത്ത് സുലഹ്ഫാത്തു, ആമ നടന്നുപോയി. ഖൽഫഹു, അവന്റെ പിന്നാലെ, മുയലിന്റെ പിന്നാലെ നടക്കാനേ ആമക്ക് കഴിഞ്ഞുള്ളൂ. ആമ ഇതാ പതുക്കെ നടന്നു വരികയാണ്. മുയലാണെങ്കിലോ വളരെ സ്പീഡിൽ ഓടുകയാണ്.
അങ്ങനെ കുറെ ദൂരം ഓടി അല്ലേ. കുറെ ദൂരം ഓടിയപ്പോൾ ലന്നൽ അർണബു, അർണബ് വിചാരിച്ചു, ലന്ന വിചാരിച്ചു, ലന്നൽ അർണബു, അർണബ് വിചാരിച്ചു, അന്നഹു സയഫൂസു ഫിസ്സിബാഖി, മത്സരത്തിൽ താൻ ജയിക്കുമെന്ന്. മുയൽ എന്ത് വിചാരിച്ചു? മത്സരത്തിൽ ഏതായാലും ഞാൻ തന്നെ ജയിക്കും, ആമയ്ക്ക് എൻ്റെ അടുത്തുപോലും എത്താൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ജയിക്കും എന്ന് മുയൽ കരുതി. സയഫൂസു ജയിക്കും എന്ന്, ഫിസ്സിബാക്കി മത്സരത്തിൽ. അങ്ങനെ തോന്നിയപ്പോൾ മുയൽ എന്ത് ചെയ്തു? ഫജലസ തഹത ഷജറത്തിൻ, ഒരു മരത്തിന്റെ ചുവട്ടിൽ അവൻ ഇരുന്നു. ഫജലസ, അപ്പോൾ അവൻ ഇരുന്നു, മുയൽ ഇരുന്നു. തഹത ഷജറത്തിൻ, ഒരു മരത്തിന്റെ അടിയിൽ. കണ്ടോ, ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരുന്നു കുറെ ദൂരം എത്തിയപ്പോൾ. എന്നിട്ടോ വ അഹദൽ ജവ്വാല, മൊബൈൽ എടുത്തു, കീശയിൽ നിന്നും മൊബൈൽ ഫോണിങ് എടുത്തു. അഹദ എടുത്തു, അൽ ജവ്വാല മൊബൈൽ ഫോൺ. വ ബദ യൽഅബു ബിഹി, എന്നിട്ട് അതുകൊണ്ട് കളിക്കാൻ തുടങ്ങി. ബദ തുടങ്ങി, യൽഅബു കളിക്കാൻ, ബിഹി അതുകൊണ്ട്. ഏതുകൊണ്ട്? ആ മൊബൈൽ ഫോൺ കൊണ്ട്. അങ്ങനെ അവിടെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് മൊബൈൽ ഫോൺ എടുത്ത് കളിക്കാൻ തുടങ്ങി നമ്മുടെ മുയൽ. പണ്ട് നമ്മൾ പഠിച്ച കഥയിൽ മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. പണ്ട് മൊബൈൽ ഇല്ലാത്ത കാലത്തുള്ള കഥയാണ് അത്. മുയല് മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നല്ലേ. ഇപ്പോൾ മുയൽ ഉറങ്ങിപ്പോയിട്ടില്ല, പകരം മുയലിന്റെ കീശയിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. മൊബൈൽ വേഗം അതെടുത്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ മൊബൈലിൽ കളി തുടങ്ങിയപ്പോൾ നസിയ സിബാക്ക, അവനോട് മത്സരത്തിന്റെ കാര്യം മറന്നുപോയി. നസിയ, അവൻ മറന്നു. സിബാക്ക, മത്സരം നടക്കുകയാണ്, ഓട്ട മത്സരം നടക്കുകയാണ് എന്ന കാര്യം മുയലിനോട് മറന്നുപോയി. മൊബൈൽ ഫോണിൽ മുഴുകിപ്പോയി അല്ലേ. അതാ കണ്ടോ, പറയുന്നത് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മൊബൈലിൽ കളിക്കുന്നത്. ഗെയിം കളിക്കുകയോ വീഡിയോ കാണുകയോ ഫോട്ടോ നോക്കുകയോ എന്തോ ചെയ്യുകയാണ്. അങ്ങനെ മൊബൈലിൽ തന്നെ നോക്കിയിരിപ്പായി. അതേ സമയം എന്ത് ചെയ്തു നമ്മുടെ ആമ? അത് ഇവിടെ വായിച്ചു നോക്കാം. ഹീനയിദിൻ, അതേ സമയം, സബക്കത്തി സുലഹഫാത്തു, ആമ മുൻകടന്നു. സബക്ക, മുൻകടന്നു, അല്ലെങ്കിൽ കടത്തിവെട്ടി അല്ലെ. സബക്കത്തി സുലഹഫാത്തു അൽ അർണബ, ആമ മുയലിനെ കടത്തിവെട്ടി. ആമ മുയലിനേക്കാൾ മുമ്പിലെത്തി. സബക്കത്ത്, ആമ മെല്ലെ നടന്നു വന്നതാണെങ്കിലും മുയല് മൊബൈൽ നോക്കിയിരുന്ന് കളി മറന്നു പോയപ്പോൾ ആമ നടന്ന് മുയലിനേക്കാൾ മുമ്പിലെത്തിയപ്പോൾ ആമ പറയുകയാണ്, ആമയ്ക്ക് മനസ്സിലായി മുയല് അശ്രദ്ധയിലാണെന്ന്, മുയല് ഗഫ്ലത്തിലാണെന്ന് ആമയ്ക്ക് മനസ്സിലായി. മുയൽ അങ്ങനെയാണ്, പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവും. അങ്ങനെ അവിടെ കുറെ സമയം അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കും. അപ്പോൾ ആമ പറയുന്നു, ഇൻഷാ അല്ലാഹ് സ അഫൂസ്, ഇൻഷാ അല്ലാഹ് ഞാൻ ജയിക്കും, കാരണം മുയൽ അവിടെ മൊബൈലിൽ നോക്കിയിരിക്കുകയാണ്, ആ സമയത്ത് എനിക്ക് ജയിക്കാം എന്ന് ആമ മനസ്സിൽ കരുതി. സ അഫൂസ്, ഞാൻ ജയിക്കും എന്ന് കരുതി. അങ്ങനെ ആമ നടന്ന് വന്ന് എവിടെ എത്തി? ജയിക്കാനുള്ള സ്ഥലത്തെത്തി. ഇതാണ് ജയിക്കാനുള്ള സ്ഥലം അല്ലെ. അന്നിഹായത്ത് എന്ന് കാണാം, എൻഡിങ്, അവസാനം. അൽ ബിദായത്ത് എന്ന് തുടക്കത്തിൽ കണ്ടിരുന്നു അല്ലെ, തുടക്കം. അവിടെ നിന്ന് തുടങ്ങിയിട്ട് അന്നിഹായത്ത് എന്ന് എഴുതിയ ഇവിടം വരെ എത്തണം. ഇവിടെ ആരാണോ ആദ്യം എത്തുന്നത് അവരാണ് ജയിക്കുക. ഇപ്പോൾ ആദ്യം ആരെത്തി? ആമ എത്തി, സുലഹഫാത്ത് എത്തി. മൊബൈൽ നോക്കിയിരുന്ന മുയൽ പിന്നിലായിപ്പോയി. അങ്ങനെ ആമ അവിടെ എത്തി. അപ്പോൾ ഇവിടെ ആമ മുമ്പിലേക്ക് കടന്നുപോയി അല്ലേ. കടന്നു പോയപ്പോൾ ഫജതൻ, പെട്ടെന്ന്, ഇൻതബഹൽ അർണബു, അർണബ് ഉണർന്നു. അർണബിന് കാര്യബോധം വന്നു അല്ലേ. താൻ ഓട്ടമത്സരത്തിലാണ് എന്ന കാര്യം ഓർമ്മ വന്നു. ഇൻതബഹൽ അർണബു, അർണബിന് കാര്യം ഓർമ്മ വന്നു. അയ്യോ, ഓട്ടമത്സരം നടക്കുകയാണല്ലോ, ഞാനിവിടെ ഫോൺ നോക്കിയിരുന്നാൽ സംഗതി ശരിയാവില്ലല്ലോ എന്ന ബോധ്യം പെട്ടെന്ന് മുയലിന് വന്നു. അങ്ങനെ അസ്ര അൽ ജറിയ വ അസ്ര യജ്രി, അവൻ വേഗം ഓടാൻ തുടങ്ങി. പെട്ടെന്ന് മൊബൈലൊക്കെ കീശയിലിട്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയപ്പോൾ വലാക്കിന്നഹു വജദ സുലഹഫാത്ത സാബിഖതൻ, എന്നാൽ ആമ ജയിച്ചതാണ് അവൻ കാണുന്നത്. അവൻ ഓടി മുമ്പിലേക്ക് വന്നപ്പോൾ അവൻ കാണുന്നത് എന്താണ്? ആമ ജയിച്ചിരിക്കുന്നു. വലാക്കിന്നഹു, പക്ഷെ അവൻ വജദ കണ്ടു, മുയൽ കണ്ടു, അസുലഹഫത്ത് ആമയെ കണ്ടു, സാബിഖതൻ മുൻപിൽ അല്ലെ, മുൻപിൽ
ജയിക്കാൻ നോക്കുന്ന ആമയെയാണ് അവൻ കണ്ടത്. ഫാസത്തി സുലഹ്ഫാത്തു, അങ്ങനെ ആമ ജയിച്ചു. ഫാസ എന്നാൽ ജയിച്ചു. ഫാസത്തി സുലഹ്ഫാത്തു, ആമ വിജയിച്ചു. ബിജുഹദിഹ, അവളുടെ കഠിനാധ്വാനം കൊണ്ട്. ജുഹദ് കഠിനാധ്വാനം. ആമയുടെ കഠിനാധ്വാനം കൊണ്ട് വിജയിച്ചു. ആമ ഉറങ്ങുകയൊന്നും ചെയ്യാതെ, ഗഫലത്തിലാകാതെ, അശ്രദ്ധയിലാകാതെ താൻ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നു പോയിട്ട് ആമ വിജയിച്ചു. ആമയുടെ കഠിനാധ്വാനമാണത്. അങ്ങനെയാണ് ആമ വിജയിച്ചത്. പിന്നെയോ ഫശിലൽ അർണബു ബിഗഫ്ലത്തിഹി, മുയലാണെങ്കിലോ മുയലിന്റെ അശ്രദ്ധ കാരണം പരാജയപ്പെട്ടു. ഫശില, പരാജയപ്പെട്ടു, തോറ്റുപോയി. അൽ അർണബ്, മുയൽ തോറ്റുപോയി. ബിഗഫ്ലത്തിഹി, അവന്റെ ഗഫ്ലത്തിനാൽ, അവന്റെ അശ്രദ്ധയാൽ. അപ്പോൾ ഫാസ എന്നാൽ വിജയിച്ചു, ഫശില പരാജയപ്പെട്ടു. ആമ എങ്ങനെയാ വിജയിച്ചത്? ആമയുടെ ജുഹദ് കൊണ്ട്. ജുഹദ് എന്നാൽ പരിശ്രമം, കഠിനാധ്വാനം. മുയൽ എങ്ങനെയാ തോറ്റത്? ഗഫ്ലത്ത് കൊണ്ട്. ഗഫ്ലത്ത് എന്നാൽ അശ്രദ്ധ, ശ്രദ്ധയില്ലായ്മ, അല്ലെ? അങ്ങനെ ഗഫ്ലത്ത് കൊണ്ട് മുയൽ തോറ്റുപോയി. കഠിനാധ്വാനം കൊണ്ട് സുലഹ്ഫാത്ത് ജയിച്ചു. ഓക്കെ, ഇതാണ് കഥ. ഇനി ഇവിടെ നോക്കൂ. വലാ തകുൻ മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയുള്ളവരാകരുത് എന്ന് എഴുതിയിട്ടുണ്ട്. ഖുർആനിലെ ഒരു വാചകമാണത്, അല്ലേ? വലാ തകുൻ മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധയിൽ പെട്ടുപോകരുത്. നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കണം. ക്ലാസ്സിൽ അധ്യാപകർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ അതെന്താണോ പറയുന്നത് അത് ശ്രദ്ധിച്ച് കേൾക്കണം. അതേപോലെ പാഠപുസ്തകങ്ങളൊക്കെ ശ്രദ്ധിച്ച് വായിക്കണം. എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയോടെ നമ്മൾ നിലകൊള്ളണം. ഒട്ടും അശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അശ്രദ്ധയുണ്ടായാൽ നമ്മൾ മുയലിനെ പോലെ പരാജയപ്പെട്ടു പോകും. ഇവിടെ നമ്മൾ ഒരു കഥ പൂരിപ്പിക്കണം. ഇതേ കഥ തന്നെയാണ്, ആള് മാറി എന്നേ ഉള്ളൂ. ആമയുടെയും മുയലിന്റെയും പകരം കോഴിയും കൽബുമായി, ദീക്കും നായയും. ആഖിബത്തുൽ ഗഫ്ല, അതേ ഹെഡിങ് തന്നെയാണ്, അല്ലേ? ഗഫ്ലത്തിന്റെ, അശ്രദ്ധയുടെ പര്യവസാനം. അശ്രദ്ധയുടെ പര്യവസാനം എന്തായിരുന്നു? മുയൽ തോറ്റുപോയി. അങ്ങനെ മുയൽ അശ്രദ്ധ കൊണ്ട് തോറ്റുപോയി. ആ കഥ നമുക്കൊന്ന് മാറ്റി എഴുതാം. കാനഫിൽ ഖറിയത്തി, ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞത് കാനഫി ഗാബത്തിൻ എന്നാണ്, അല്ലെ? ഒരു കാട്ടിലുണ്ടായിരുന്നു. ഇവിടെ ഖറിയത്താണ്. ഖറിയത്ത് ഗ്രാമം. ഗ്രാമത്തിലുണ്ടായിരുന്നു. ആരൊക്കെ ഗ്രാമത്തിലുള്ളത്? ഒരു കൽബും ഒരു ദീക്കും, അല്ലെ? അതെങ്ങനെ എഴുതും? കാനഫിൽ ഖറിയത്തി കൽബുൻ വദീക്കുൻ, ഗ്രാമത്തിൽ ഒരു നായയും ഒരു കോഴിയും ഉണ്ടായിരുന്നു. അടുത്ത വരി. കാലൽ കൽബു, കൽബ് പറഞ്ഞു, നായ പറഞ്ഞു. എന്താ പറഞ്ഞത്? നേരത്തെ മുയൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ നായ പറയുന്നത്. മുയൽ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? അന അസ്റഉ മിൻകി ഫിൽജറി, ഓട്ടത്തിൽ നിന്നേക്കാൾ സ്പീഡുള്ളത് എനിക്കാണ് എന്നാണ് മുയൽ പറഞ്ഞത്. അതേ കാര്യമാണ് ഇവിടെ നായ പറയുന്നത് കോഴിയോട്. അപ്പൊ നായ എന്ത് പറയും? അന അസ്റഉ മിൻക ഫിൽജറി, ഓട്ടത്തിൽ നിന്നേക്കാൾ സ്പീഡുള്ളത് എനിക്കാണ്. നേരത്തെ അസ്റഉ മിൻകി എന്നാണ് പറഞ്ഞത്. അത് സുലഹ്ഫാത്തുൻ എന്ന വാക്ക്. ആമ സുലഹ്ഫാത്തുൻ, അവസാനം ഒരു താ കാണുന്നില്ലേ? അതുകൊണ്ട് ആമ എന്താണ്? മുഅന്നസാണ്, പെണ്ണാണ്. അതുകൊണ്ടാണ് മിൻകി എന്ന് പറഞ്ഞത്. ഇവിടെ ദീക്ക് ആണാണ്, അതുകൊണ്ട് മിൻക എന്ന് പറയണം. ഖാലൽ കൽബു അന അസ്റഉ മിൻക ഫിൽജറി, ഓട്ടത്തിൽ നിന്നേക്കാൾ സ്പീഡുള്ളത് എനിക്കാണ്. ഖാല ദീക്കു, കോഴി പറഞ്ഞു. നേരത്തെ ആമ പറഞ്ഞതാണ് ഇവിടെ കോഴി പറയേണ്ടത്. അന അൻഷത്തു മിൻക, നിന്നേക്കാൾ ഉത്സാഹമുള്ളത്, ഉന്മേഷമുള്ളത് എനിക്കാണ്. അന അൻഷത്തു മിൻക എന്ന് പറഞ്ഞു, ഞാനാണ് നിന്നേക്കാൾ ഉന്മേഷവാൻ. ജറ ബൈനഹുമ സിബാഖുൽ ജറി, അല്ലെ? ജറി എന്നാണ് അവിടെ വെക്കേണ്ടത്. ജറ ബൈനഹുമ, അവർക്കിടയിൽ നടന്നു. സിബാഖുൽ ജറി, ഓട്ടമത്സരം. സിബാഖുൽ ജറി, ഓട്ടമത്സരം. അവർക്കിടയിൽ ഓട്ടമത്സരം നടന്നു. അസ്ന അസ്സിബാഖി, മത്സരത്തിനിടെ, ഓട്ടമത്സരം നടക്കുമ്പോൾ, ജലസൽ കൽബു തഹത ഷജറത്തിൻ, കൽബ് ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. ജലസൽ കൽബു, കൽബ് ഇരുന്നു. തഹത ഷജർ, ഒരു മരത്തിന്റെ ചുവട്ടിൽ. അപ്പോൾ എന്ത് സംഭവിച്ചു?
സബക്ക സബക്ക എന്ന് കാണുന്നുണ്ട് അല്ലേ? എന്താ സബക്ക? മുമ്പിലെത്തി. ആരാ മുമ്പിലെത്തിയത്? സബക്കദ്ദീഖ് മുൻകടന്നു. ആരുടെ മുമ്പിൽ? അൽ കൽബ കൽബിന്റെ മുമ്പിൽ അല്ലേ? അപ്പോ സബക്കദ്ദീഖു അൽ കൽബ കോഴി കൽബിനെ കടത്തിവെട്ടി. കോഴി കൽബിനെ മുൻകടന്നു. അങ്ങനെ എഴുതുക. ഓക്കെ, ഇത്രയുമാണ് ആ പാഠത്തിലുള്ളത്. അടുത്ത വീഡിയോയിൽ ഈ പാഠം എടുക്കാം.